മൂന്നാം അധ്യായം അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യം. അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല ശുദ്ധന്മാരോടുള്ള ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിലവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ തുടർന്നും സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവശാസ്ത്രത്തിൽ പ്രധാനമായും 2 ചിന്താഗതികൾ ഉണ്ട്. അതിനെയാണ് ഒന്ന് കാൽവിനിസം എന്നും 2 അർമീനിയാനിസം എന്നും പറയുന്നത്. കാൽവിനിസവും അർമീനിയാനിസം ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പലരും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരായതുകൊണ്ട്. കാൽവിനിസം എന്ന് പറയുന്നത് ജോൺ കാൽവിൻ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ കാൽവിൻ, മാർട്ടിൻ ലൂഥറിന് ശേഷം നവീകരണ നേതാവായിരുന്ന ജോൺ കാൽവിൻ്റെ പഠിപ്പിക്കലാണ് കാൽവിനിസം എന്ന് പറയുന്നത്. അതേ കാലയളവിൽ ജീവിച്ചിരുന്ന യാക്കോബ് അർമീനിയസ് എന്ന് പറയുന്ന ഒരു ഡച്ച് തിയോളജി, ജോൺ കാൽവിൻ്റെ ഫ്രഞ്ച് തിയോളജി, പുള്ളിയുടെ പഠിപ്പിക്കലാണ് അർമീനിയാനിസം എന്ന് പറയുന്നത്. ഈ കാൽവിൻ പഠിപ്പിക്കുന്നത് ദൈവം സോവർണാണ്. സോവർൺ എന്ന് പറഞ്ഞാൽ പരമാധികാരിയാണ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ദൈവത്തിന് എന്തും ചെയ്യാം, ആരോടും. എല്ലാം ദൈവം വിചാരിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ പോകുന്നത്, ഇൻക്ലൂഡിങ് അവർ സാൽവേഷൻ. അതായത് മനുഷ്യന്റെ ഫ്രീ വില്ലിന് കാൽവിൻ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ സോവർണിറ്റിയെ താൻ സ്ഥാപിക്കുന്നത് മനുഷ്യന്റെ ഫ്രീ വില്ലിന് പോലും വേണ്ട പ്രാധാന്യം കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ, ഒരു സ്വർഗത്തിൽ പോകണമെന്നോ നരകത്തിൽ പോകണമെന്നോ തീരുമാനിക്കുന്നത് ആരാണ്? ദൈവമാണ്, നമ്മളാരുമല്ല. അതിൻ്റെ പഠിപ്പിക്കൽ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് തുലിപ്പെന്ന TULIP. അതിൽ T സ്റ്റാൻഡ് ചെയ്യുന്നത് ടോട്ടൽ ഡിപ്രൈവിറ്റി. ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ പാപം കാരണമായി മനുഷ്യൻ ടോട്ടലി ഡെഡായി പോയെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ബന്ധുക്രിസ്തരാണ്, നമ്മൾ ഇവാഞ്ചലിക്കൽസ് ആണ്, നമ്മളെ അർമീനിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും നമ്മൾ അർമീനിയൻസിൻ്റെ ടീച്ചിങ് അതേപോലെ അംഗീകരിക്കുന്നില്ല. ഇത് രണ്ട് എക്സ്ട്രീം പൊസിഷനാണ്. കാൽവിനൊരു ധ്രുവത്തിൽ നിൽക്കുന്നെങ്കിൽ അർമീനിയൻസ് അടുത്ത ഓപ്പോസിറ്റ് ധ്രുവത്തിലാണ് നിൽക്കുന്നത്. അതായത് കാൽവിൻ ദൈവത്തിൻ്റെ സോവർണിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അർമീനിയൻസ് മനുഷ്യന്റെ ഫ്രീ വില്ലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് 2 പേരെയും സാധൂകരിക്കത്തക്ക ദൈവവചനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. കാൽവിൻ്റെ സിദ്ധാന്തം വായിച്ചാൽ നമുക്ക് തോന്നും കാൽവിനാ ശരിയാണ്. അർമീനിയസിന്റെ പഠിപ്പിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും അർമീനിയസ് പറയുന്നതാ ശരിയാണ്. എന്നാൽ നമ്മൾ
ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ നിൽക്കുന്നത്. ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്കാണ് ബന്ധുക്കോസുകാരായ നമ്മൾ നിൽക്കുന്നത്. കാരണം ഇവർ രണ്ടുപേര് പറയുന്നതിലും സത്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടീച്ചിങ് അംഗീകരിക്കുമ്പോൾ ദൈവവചനത്തിലെ എല്ലാ വചനങ്ങളും ആ ഇൻ്റർപ്രിട്ടേഷനെ സപ്പോർട്ട് ചെയ്യത്തക്കവണ്ണം ഉള്ളതായ പഠിപ്പിക്കലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് ഒരു ഇൻ്റർപ്രിട്ടേഷൻ വേറെ ഒരു വചനത്തെ വയലേറ്റ് ചെയ്യുവാൻ, അതിൻ്റെ മീനിങ്ങിനെ വയലേറ്റ് ചെയ്യുവാൻ പാടില്ല. അപ്പോൾ ടോട്ടൽ ഡിപ്രൈവിറ്റി കാൽവിൻ പഠിപ്പിക്കുന്നത് കൊണ്ട് മനുഷ്യനെ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല ആർക്കും, അവരാൽ തന്നെ. അവർക്ക് അതിനുള്ള കഴിവില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ A to Z സകല കാര്യവും ദൈവം തന്നെ ചെയ്യണം. അർമീനിയസ് പറയുന്നത് അർമീനിയസ് പറയുന്നത് പാപം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സ്വരൂപം അവന് നഷ്ടമായെങ്കിലും നഷ്ടമായിട്ടില്ല, അതിനൊരു രൂപഭാവം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് ദൈവികമാകുന്ന പല കഴിവുകളും ഉള്ളവനാണ് മനുഷ്യൻ. ആയതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹവും തീരുമാനവും ദൈവത്തിനോട് പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷിയും ഒക്കെ ഉള്ളവരാണ് മനുഷ്യർ. അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നതനുസരിച്ചാണ് ഒരുവനെ രക്ഷ കിട്ടുന്നോ ഇല്ലയോ എന്ന് അറിയുന്നത്. രണ്ടാമത്തെ ലെറ്ററാണ് യു. യു എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്നാണ് കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു കണ്ടീഷനും ഇല്ല. അവന് ഇഷ്ടമുള്ള കുറേ പേരെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുക. അതിന് കാരണങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളവരെ നരകത്തിനായിട്ടും ദൈവം തിരഞ്ഞെടുക്കുക. അപ്പോൾ കുറേ പേരെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. അവർ തീർച്ചയായും സ്വർഗത്തിൽ പോയിരിക്കും. അവരുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല. എന്നാൽ കുറേ പേരെ നരകത്തിനായിട്ട് ദൈവം അവരുടെ തലക്കടിച്ച് ഇങ്ങനെ വിട്ടിരിക്കുക. അവർ നരകത്തിലും പോയിരിക്കും. എന്നാൽ അർമീനിയസ് അങ്ങനല്ല പഠിപ്പിക്കുന്നു. അർമീനിയസ് പറയുന്നത് ദൈവത്തിന് ഫോർനോളജ് ഉണ്ട്, മുന്നറിവുണ്ട്. മുന്നറിവിന് അനുസരിച്ചാണ് ദൈവം ഒരുവനെ രക്ഷയ്ക്കായിട്ടോ നരകത്തിനായിട്ടോ അവനെ പ്രീഡെസ്റ്റൈൻ ചെയ്യുന്നത്. രക്ഷ എല്ലാവർക്കും സുലഭമാണ്. ആർക്ക് വേണമെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും. എല്ലാവർക്കും അവൈലബിളാണ് ഈക്വലി. മൂന്നാമതായിട്ട് എൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് അറ്റോൺമെന്റ്. അതായത് കാൽവിൻ പറയുന്നത് യേശുക്രിസ്തു മരിച്ചത് ദൈവം രക്ഷിക്കാനായിട്ട് സെലക്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. എന്നാൽ അർമീനിയസ് അതല്ല പറയുന്നത്. അർമീനിയസ് പറയുന്നത് ദൈവം മരിച്ചത് സകല ലോകത്തിനും വേണ്ടിയാണ്, സകല മനുഷ്യർക്കും വേണ്ടിയാണ്, സകലത്തെയും റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്, ഇൻക്ലൂഡിങ് ക്രിയേഷൻ. എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അല്ല. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആർക്കും അളക്കാവുന്നതല്ല. ഇറ്റ് ഈസ് അൺലിമിറ്റഡ് എന്നാണ് അർമീനിയസ് പറയുന്നത്. അടുത്തത് ഐ എന്ന് പറയുന്നത് ഇറസിസ്റ്റിബിൾ ഗ്രേസ്. അതായത് ദൈവത്തിന് ഒരുവനോട് കൃപ കാണിക്കണമെന്ന് തോന്നിയാൽ അത് അവന് പോലും തടുക്കാനായിട്ടൊക്കത്തില്ലെന്നാണ് കാര്യം പറയുന്നത്. ദൈവത്തിന് ഒരുവനോട് കരുണ തോന്നണം, കൃപ തോന്നണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അവനോട് കരുണ തോന്നിയിരിക്കും. അത് അവന് പോലും തടുക്കാനായിട്ട് സാധ്യമല്ല. അർമീനിയസ് പറയുന്നത് അങ്ങനെയല്ല. അർമീനിയസ് പറയുന്ന രക്ഷയിൽ നമുക്ക് കൃപയെ തടുക്കാം. കൃപയെ വിട്ട് ഓടിപ്പോയ എത്രയോ പേര് ബൈബിളിലുണ്ട്. പിന്മാറിപ്പോയവരുണ്ട്, വിശ്വാസത്യാഗം സംഭവിച്ചവരുണ്ട്, നാശയോഗ്യരായവരുണ്ട്. അപ്പോൾ കൃപയെ എന്ത് ചെയ്യാം? ഒരുവന് തടുക്കാം, ഒരുവനെ റെസിസ്റ്റ് ചെയ്യാം. അപ്പോൾ
ഇറസിസ്റ്റിബിൾ ഗ്രേസ്. അടുത്ത എന്താണ്? പി, പെർസവറൻസ് അല്ലെങ്കിൽ പ്രീഡെസ്റ്റിനേഷൻ. രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന കാര്യം പഠിപ്പിക്കുക. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുക. അവനിനി പാപജീവിതം ചെയ്താലും മോശമായിട്ട് ജീവിച്ചാലും എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാലും അവൻ രക്ഷപ്പെട്ടിരിക്കും. കാരണം ഇറസിസ്റ്റിബിൾ ഗ്രേസ് ആണെങ്കിൽ അത് നടന്നിരിക്കും. അപ്പോൾ അർമീനിയസ് പറയുന്നത് രക്ഷ നഷ്ടപ്പെടുമെന്ന് അർമീനിയസ് പറയുന്നില്ല. പക്ഷേ മനുഷ്യൻ രക്ഷയിൽ നിന്ന് ഓടിപ്പോകാമെന്നാണ് പറയുന്നത്. ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. എല്ലാവരെയും രക്ഷിക്കാനായിട്ട് പൂർണ്ണ മനസ്സോടെ ഇരിക്കുക. പക്ഷേ മനുഷ്യർക്ക് എന്ത് ചെയ്യാം? രക്ഷയിൽ നിന്ന് ഓടിപ്പോകാം. രക്ഷയിൽ നിന്ന് ഓടിപ്പോയാൽ പിന്നെ രക്ഷ കിട്ടുന്നത് എങ്ങനെ? ഇനി രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രക്ഷയിൽ പ്രധാനമായി 10 ഘടകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 3 ഘടകങ്ങൾ, ഇത് നമ്മുടെ പെന്തക്കോസ്റ്റൽ വിശ്വാസമാണ്. നമ്മൾ അർമീനിയൻസ് എന്ന് പറയുന്നെങ്കിലും അർമീനിയൻസിനെ പൂർണ്ണമായി നമ്മൾ പിന്തുടരുന്നില്ല. ആദ്യത്തെ 3 ഘടകങ്ങളായ വിശ്വാസം, മാനസാന്തരം, ദൈവത്തിലേക്ക് തിരിയുക അല്ലെങ്കിൽ കൺവേർഷൻ, ഇത് 3ഉം മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മാനുഷികമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം സഹായിച്ചെങ്കിലേ പറ്റൂ. പക്ഷെ ഉത്തരവാദിത്വം ആരുടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയാണ്. വിശ്വസിക്കുക എന്നുള്ളതും മാനസാന്തരപ്പെടുക എന്നുള്ളതും ദൈവത്തിലേക്ക് തിരിയുക, ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുക. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ അടുത്ത 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ രക്ഷിക്കും. അതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നതും വീണ്ടും ജനനം എന്ന് പറയുന്നതും അഡോപ്ഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫാമിലിയിലേക്ക് ദൈവമക്കളെ അഡോപ്റ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമ്മളെ തന്നെ വീണ്ടും ജനിപ്പിക്കാൻ ഒക്കത്തില്ല. നമ്മളെ തന്നെ നീതീകരിക്കാനായിട്ട് ഒക്കത്തില്ല. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ നാം ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും. ഇനി അടുത്ത 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നീതീകരണത്തിൽ നമ്മളെ പൂർണ്ണമായി വിശുദ്ധീകരിച്ചാലും നമ്മൾ അത് പ്രാക്ടിക്കലി ആയിത്തീരേണ്ടതായ ആവശ്യമുണ്ട്. സാങ്ക്ടിഫിക്കേഷൻ, പെർസവറൻസ്, രക്ഷയിൽ നിലനിൽക്കണം. അവസാനത്തോളം നമ്മൾ നിലനിൽക്കണം. വിശ്വാസത്താൽ നമ്മൾ നിലനിൽക്കണം. 3 പ്രാർത്ഥന. പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ കൂടെ നിറവേറുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും മനുഷ്യനും ദൈവത്തിനും ഒരുപോലെ പങ്കാം. നമ്മൾ 2 കൂട്ടരും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ 3 ഘടകങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ 9 ഘടകങ്ങളും തീർന്നു. 10ാമത്തെ ഘടകവും ഫൈനൽ ഗോളും എന്ന് പറയുന്നത് മഹത്വീകരണമാണ്, ഗ്ലോറിഫിക്കേഷനാണ്. അത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അത് ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് രൂപാന്തരവും മഹത്വീകരണം ഒരു പരിമിതിയിലെങ്കിലും നടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം കർത്താവിൻ്റെ വീണ്ടും വരവിൽ അത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ ഒരു ബേസായിട്ടുമാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് 3 വിധത്തിലുള്ളതായ മനുഷ്യരുണ്ടെന്ന് ചിന്തിച്ചു. പ്രാകൃതനുണ്ട്, ജഡീകനുണ്ട്, ആത്മീയനുണ്ട്. ഈ ജഡീകൻ എന്ന് പറഞ്ഞാൽ ജഡത്താൽ ഭരിക്കപ്പെടുന്നവനാണ്. ജഡീകൻ എന്ന് പറഞ്ഞാൽ ജഡത്താൽ, ഫ്ലഷിനാൽ ഭരിക്കപ്പെടുന്നവനെന്നാണ്. ജഡമെന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ മനുഷ്യൻ എന്തായി തീർന്നോ അതാണ് ജഡം. സർക്കിക്കോസ് എന്നാണ് ഗ്രീക്കിൽ അതിനെ പറയുന്നത്. സാർക്സ് എന്ന് പറഞ്ഞാൽ ജഡം. അത് ഈ ശരീരമല്ല. ശരീരത്തിന് വേറെ വാക്കാണ് ഉപയോഗിച്ചത്, സോമ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സാർക്സ് എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ഈ ശരീരം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ
ശരീരത്തിന് സോമ വേറെ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കൂടാതെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായ പേഴ്സണാലിറ്റി, ദൈവം ഇല്ലാതെ, ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ, ഈ ജഡത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജഡവും പിശാചുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. ആ അഭേദ്യ ബന്ധം എന്ന് പറയുന്നത് ഈ ജഡം പിശാചിന് കോവേടി വെച്ച് കൊടുക്കുന്നതായ, അല്ലെങ്കിൽ കോവേടിയിൽ കൂടെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ തക്കതായ ഒരു മീഡിയമായി ജഡം എന്ന് പറയുന്നത്. ജഡത്തിൽ ജീവിക്കുന്ന ഒരുത്തന്നെ പിശാചിനോട് പിശാചി എന്ന് പറയാനൊക്കത്തില്ല. പിശാചിലേക്കുള്ള ഒരു ഡോറാണ് എന്ത്? ജഡം. അതാ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് 1:14 ഒന്ന് വായിക്കാമോ? മനുഷ്യൻ പരീക്ഷയെ കുറിച്ച് പറയുന്നത്, പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ പ്രധാന 3 ശത്രുക്കളാണ് ലോകവും ജഡവും പിശാചും എന്ന് പറയുന്നത്. ഈ പിശാച് മനുഷ്യനെ കൊടുക്കുന്നത് ടെംപ്ടേഷനിൽ കൂടാ. അത് ഈ ചൂണ്ടയിട്ട് പിടിക്കുന്നതല്ല. ചൂണ്ടയിട്ട് പിടിക്കുന്ന പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രഭാവങ്ങളും ജഡമോഹവും കൺമോഹവും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ പ്രതാപമൊക്കെ ഒരു ചൂണ്ടയിൽ കൊളുത്തി ഒരു പാണിക്ക്, ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് വളരെ അട്രാക്ഷൻ തോന്നത്തക്ക രീതിയിൽ ചൂണ്ടയിട്ട് തരും. ചൂണ്ടയിട്ട് വരുമ്പോൾ ഈ ജഡത്തിൽ ജീവിക്കുന്നതിന് എന്ത് ചെയ്യും? ഒരു പ്രയാസമില്ല, പെട്ടെന്ന് കയറി അതിനെ അങ്ങ് ഉറപ്പിക്കാതെ ഈ മീൻ കൊത്തിയെടുക്കുന്നത്. കാരണം ജഡമല്ലേ ഇരിക്കുന്നത്. കപ്പിക്കായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവൻ പിശാചിന്റെ ചൂണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ പിശാചിന്റെ കൂടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മരണത്തിൽ ചെന്നേ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ജഡീകൻ എന്ന് പറയുന്നത്? ഫ്ലഷിനാണ്, അല്ലെങ്കിൽ ജഡത്താൽ ഭരിക്കപ്പെടുന്നവൻ. അവന്റെ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് ജഡമാണ്. വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായി ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ജഡത്തിൽ ജീവിക്കുന്നുണ്ടാണ്. നമ്മളത് അറിയുന്നില്ല. കാരണം പിശാചിന് ഈസി ആക്സസ് ആ ജഡത്തിൽ. അവൻ എന്തും ചെയ്യാം. ഇലക്ട്രിസിറ്റി ഈ മെറ്റലിലൂടെ ആണല്ലോ പാസ് ചെയ്തത്, മെറ്റലിലേക്കാണല്ലോ പാസ് ചെയ്തത് എന്ന് പറയുന്നവന് അവനെ റെസിസ്റ്റ് ചെയ്യാനൊക്കത്തില്ല ജഡത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്. ആയതുകൊണ്ടാ വചനം പറയുന്നത് പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ നടുങ്ങണമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അധമ പാതാളത്തിലേക്കുള്ള വാതിൽ പിശാചിന് തുറന്നിട്ട് കൊടുക്കുക പാപത്താൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്തെ ക്രൂശിച്ചവനാണ്, ജഡത്തെ മരിപ്പിച്ചവനാണ്. പകരം കുരിശാണ്, അഥവാ ദൈവത്തിന്റെ ഹിതമാണ് അവന്റെ ഉള്ളിലിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് അവനെ സമർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിനാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിലാണ് അവന്റെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വത്ത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, സ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്നേഹം എന്താകുന്നു എന്നും സ്നേഹം എന്തല്ല എന്നും സ്നേഹം എന്ത് ചെയ്യുന്നു എന്നും സ്നേഹം എന്ത് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഡിസിപ്ലിൻ ഉണ്ട്. ഡിസിപ്ലിൻ ഉണ്ടായതുകൊണ്ടാണ് സ്നേഹം പലതും ചെയ്യാത്തത്. സ്നേഹം പലതും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി ഇല്ലാത്തതൊന്നും എന്നല്ല, സ്നേഹമല്ല. സ്നേഹത്തിന് പ്രവൃത്തിയുണ്ട്, സ്നേഹത്തിൽ ഡിസിപ്ലിനുണ്ട്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷിക്കുക, അടിക്കുക. നമ്മളവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിന് അനുസരണമുണ്ട്. അനുസരണമില്ലാത്ത വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല.
അനുസരണമില്ലാത്ത വിശ്വാസം കൊണ്ട് അത് വിശ്വാസമല്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് മരിച്ച വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടാൻ പാടാം, രക്ഷിക്കപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത് അപ്പോസ്തലനായ പൗലോസ് ചെയ്തതായ ഒരു പ്രാർത്ഥനയാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത്. അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലിക പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നതായ ഈ പ്രാർത്ഥന എല്ലാവരും ഉറങ്ങുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എഫെസ് ലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായത്തിൽ ദൈവം മനുഷ്യജാതിക്ക് വേണ്ടി എന്ത് ചെയ്തു, അവരെ ആരാക്കിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് തൻ്റെ തിയോളജി. 4 മുതൽ 4, 5, 6 അധ്യായങ്ങളിൽ ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ആക്ച്വലി 1:15 ഒന്നാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, അതിനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് മതി. ഈ എഫേസിനെ സംബന്ധിച്ചിടത്തോളവും ഈ എബ്രായ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് പോലെ ഇവരും അത്ര മിടുക്കന്മാരൊന്നും ആയിരുന്നില്ല. ആത്മീയ വിഷയത്തിൽ വരുമ്പോൾ വചനത്തോടുള്ള സമീപനത്തിൽ നമ്മൾ കൊരിന്ത്യ വിശ്വാസികളെ, എബ്രായ വിശ്വാസികളെയൊക്കെ കണ്ടു അല്ലേ? എഫേസോസ് വിശ്വാസികളും അത്ര മെച്ചമായിരുന്നില്ല. കാരണം പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യണം, പ്രകാശിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെയും അവരുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്തിട്ടില്ല, പ്രകാശിച്ചിട്ടില്ല. അവർ രക്ഷിക്കപ്പെട്ടവരെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനിയും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയോ അവർ കാണേണ്ടതുപോലെ അവരെയോ ദൈവത്തെയോ കാണുന്നും ഇല്ല. ആയതുപോലെ തന്നെ അതിൻ്റെ 3:13 വരുമ്പോൾ നമ്മൾ കാണുന്നത് കഷ്ടത വരുമ്പോൾ ഇവര് പതറിപ്പോകുന്ന വിശ്വാസികളാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. 3:13 വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. നിങ്ങൾ കഷ്ടത വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ അവര് കഷ്ടത വരുമ്പോൾ നേരെ നിൽക്കാതെ അധൈര്യപ്പെടുന്നവരായിരുന്നു. 4:14 വരുമ്പോൾ ധാരാളം ദുരുപദേശങ്ങൾ ആ സഭയിലുണ്ടായിരുന്നു. ദുരുപദേഷ്ടകന്മാർ. ഈ ദുരുപദേശം സഭയിൽ വരുമ്പോൾ ഇവര് ആടി ഉലയുന്നവരായിരുന്നു. ഇന്ന് സാധാരണ പെന്തക്കോസ്ത് സഭകളിലെല്ലാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കാരണം സത്യ ഉപദേശം എന്താ, സത്യമല്ലാത്ത ഉപദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ ആകെ കൺഫ്യൂസ്ഡായി കിടക്കുകയാണ് ആരാ? പെന്തക്കോസ്ത് ലോകം. അത് നിങ്ങൾ അറിയണം. നിങ്ങൾ നാട്ടിലോട്ടൊക്കെ വരണം. അപ്പോൾ ദുരുപദേശം വരുമ്പോൾ ഇവരാടി ഉലയുക, ഏതാ ശരി ഏതാ തെറ്റെന്ന്. ഈ കാൽവിനും പിന്നെ അർമീനിയസും പറഞ്ഞതുപോലെ കാരണം എല്ലാം വചനത്തിൽ എല്ലാത്തിനും ഏതാണ്ടൊക്കെ ഉണ്ട്. വെറുതെ ഗ്രൗണ്ടില്ലാതല്ല ഓരോരുത്തരും പറയുന്നത്. അപ്പോഴ് ഇവര് ദുരുപദേശത്തിൽ ഇവർ ആടി ഉലയുന്നവരായിരുന്നു. 5:14 വരുമ്പോൾ പൗലോസ് അവരെ അഡ്രസ് ചെയ്യുന്നത് ഉറങ്ങുന്നവനേന്നാണ്. എന്ത്? ഉറങ്ങുന്നവനെ. അവർ കിടക്കുന്ന എവിടാന്നറിയാം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. മരിച്ചവരുടെ ആത്മീയമായി മരിച്ചു കിടക്കുക, ജഡത്തിൽ ജീവിക്കുക. ആദാമിന്റെ ആ പഴയ യുഗത്തിൽ കിടക്കുക. എപ്പോഴും
എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊരു മാറ്റം വന്നിട്ടില്ല. പുതിയ യുഗത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ പക്വത വന്നിട്ടില്ല, തികവ് വന്നിട്ടില്ല, ആത്മീയമായ വളർച്ചയില്ല. അവർക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 1:17 വരുമ്പോൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്താകുന്നു എന്ന് നിങ്ങൾ അറിയണം. അതിന് മുമ്പോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിനൊരു വലിയ പ്ലാനുണ്ട്. ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ടെന്ന്. അത് നിത്യതയിലേ ഉള്ള പ്ലാനാണ്. ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ദൈവം. ആ പ്ലാൻ എന്താണെന്ന് ഞാനും നിങ്ങളും അറിയണം. അത് അറിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അത് മാത്രമല്ല, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളുള്ളതായ അവകാശം, നമുക്ക് ദൈവത്തിനുള്ള അവകാശം, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു, നൽകുന്നു. മൂന്നാമതായിട്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതായ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നിങ്ങൾ അറിയണം. സ്തോത്രം. എന്താണ്? നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നതായ ദൈവശക്തിയുടെ വലിപ്പം, അതിന്റെ ആഴം, അതിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ അറിയണം. സ്തോത്രം. ദൈവം പരമാധികാരമുള്ളവനാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തന്റെ ശക്തിയാലാണ് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് 21 വാക്യത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിൽ വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതയിരുത്തുകയും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? എല്ലാറ്റിൻ്റെയും മുകളിലാണ് യേശുക്രിസ്തു ഇരിക്കുന്നത്. ഈ ലോകപരമായ എന്തെല്ലാം അധികാരങ്ങളുണ്ടോ, അദൃശ്യ ലോകത്ത് ഏതെല്ലാം പൈശാചിക ശക്തികൾ വ്യാപരിക്കുന്നുണ്ടോ, ഇതിന്റെ എല്ലാം മുകളിലായി സർവ അധികാരവും സർവശക്തിയുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുക, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട്. നിങ്ങളോ ആത്മീയ കണ്ടുപോലും തുറക്കാതെ കുരുടന്മാരായി ആരാധിക്കത്തുമില്ല, വചനവും വായിക്കത്തില്ല, വചനവും പഠിക്കത്തില്ല, വചനവും ഗ്രഹിക്കത്തില്ല, വചനം അനുസരിക്കത്തുമില്ല. പഴയ ആദാമിന്റെ യുഗത്തിലെ കിടക്കായപ്പോഴും ഉറങ്ങുന്നവരായി, പാപം ചെയ്യുന്നവരായി, മയങ്ങുന്നവരായി. എന്താണ് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാതെ, ദൈവത്തിനൊരു വലിയ ഗ്രേറ്റ് പ്ലാൻ നിങ്ങളെ കുറിച്ചുള്ളത് എന്താകുന്നത് നിങ്ങൾ അറിയാതെ, ദൈവത്തിലുള്ള നിങ്ങളുടെ അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ എന്താകുന്നത് നിങ്ങൾ അറിയാതെ, സ്തോത്രം, നിങ്ങൾ അന്ധന്മാരായിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നത് 14 ഭാഗത്തിലേക്ക് വരുമ്പോൾ സർവ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ അവൻ മുട്ടുകുത്തുക. പൗലോസ് വീണ് കിടക്കുക, പ്രാർത്ഥിക്കുക പൗലോസ്. കാരണം അവന് സഹിക്കാൻ ഒക്കുന്നില്ല. യഥാർത്ഥ ദേവദാസന്മാർക്ക് വിശ്വാസികൾ നശിച്ചു പോകുന്ന കാണുമ്പോൾ സഹിക്കാനൊക്കെയില്ല. അവരാരാധിക്കാതിരിക്കുമ്പോഴും വചനത്തോട് അവർ പ്രതികരിക്കാതിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കുമ്പോഴും ഒക്കെ അവരെന്ത് ചെയ്യും? അവരുടെ ഹൃദയം തകരും. പൗലോസ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുക, സർവ കുടുംബത്തിലും സ്വർഗത്തിലും
എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കടന്നുപോയതായ കുടുംബങ്ങളുണ്ട്. ഭൂമിയിൽ ദൈവം രക്ഷിച്ചെടുത്തിരിക്കുന്നതായ കുടുംബങ്ങളുണ്ട്. ഇവർക്കെല്ലാം അഡ്രസ് ഉണ്ടാക്കിയത് ആരാ? യേശുക്രിസ്തുവിന്റെ മരണമാണ്. യേശുക്രിസ്തുവിന്റെ മരണമാണ് നമുക്ക് അഡ്രസ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്നെ നശിച്ചു പോയെന്ന ലോകത്ത്. സ്തോത്രം. ആ ദൈവത്തിന്റെ മുമ്പാകെ ഞാന് മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. എന്താണ് പൗലോസ് പറയുന്നത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഒരു മഹത്വവാനായ ദൈവമാണ്, അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോഡ്. അവന്റെ ഗ്ലോറി എന്ന് പറയുന്നത് അവൻ എന്തെല്ലാം ആകുന്നുവോ അതെല്ലാമാണ് അവന്റെ ഗ്ലോറി എന്ന് പറയുന്നത്. അവന്റെ എസൻസാണ്, ദൈവത്തിന്റെ എസൻസാണ്. ദൈവം എന്തായിരിക്കുന്നുവോ അതാണ് അവന്റെ മഹത്വം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവന്റെ മഹത്വത്തിൽ ധനമുണ്ട്. ഈ കാണപ്പെടുന്ന എല്ലാം അവന്റെയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല സ്വത്തുക്കളും ആരുടെയാ? അവന്റെയാ. ഇത് മുഴുവൻ ആർക്കുള്ളതാ? നമുക്കുള്ളതാ. ഇത് മുഴുവൻ നമുക്കുള്ളതാ. എങ്ങനെയാ നമുക്കുള്ളതായെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ മരണത്താലാ. നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്രിസ്റ്റോസെൻട്രിക് തിയോളജിയാണ്. അതായത് യേശു ക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിത്യതയിലേ സംഭവിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല പ്രവർത്തികളുടെയും ആധാരവും അടിസ്ഥാനവും എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ദൈവത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അവൻ ആരെ വേണമെങ്കിലും അനുഗ്രഹിക്കാം. ദൈവസന്നിധിയിലെ ആവശ്യബോധത്തോടുകൂടെ എന്ത് അപേക്ഷിച്ച് ചെല്ലുന്നവർക്കും കൊടുക്കാനായിട്ട് ഉള്ളതായ എല്ലാ ധനവും ഈ ഗ്ലോറിയസ് ഗോഡിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ദൈവത്തിന്റെ പക്കൽ നമുക്ക് വേണ്ടി ഇല്ലാത്ത ഒന്നുമില്ല. മഹത്വത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ടുള്ള ധനമാണേലും ഭൗമികമായിട്ടുള്ള ധനമാണേലും കാണുന്നതാണേലും കാണാത്തതാണേലും സകലവും അവന്റെ കയ്യിലുണ്ട്. അത് മുഴുവൻ എനിക്കും നിങ്ങൾക്കും അവൈലബിൾ ആക്കിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണത്താല. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? നിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം എന്ത് ചെയ്യണം? അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തികവനെ കുറിച്ചാണ്. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ അല്ല, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. ഒരുവന്റെ തികവുണ്ടാകുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് തികവ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്നാണ് പൗലോസ് പറയുന്നത്. അതിനുവേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ 1ാമത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. ഇത് വളരെ അന്തമായിട്ടൊക്കെ തട്ടിയടക്കുക. ഉണ്ടോന്ന് തന്നെ പോലും അറിയാൻ വയ്യ. ഈ ജഡീകന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാ കേട്ടോ, അഭിഷേകം പ്രാപിച്ചവരും ഉണ്ട് കേട്ടോ. പക്ഷേ ദൈവത്തിന്റെ ഹിതത്തിന് അവർ സ്ഥാനം കൊടുക്കുന്നില്ല, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അവർ ലൗകികന്മാരാണ്.
അവർ ലോകോന്മുഖമായി ജീവിക്കുന്നവരാണ്. ദൈവികാര്യങ്ങൾ വലിയ കാര്യമൊന്നും സാധ്യത ഇതൊന്നുമില്ല അവർക്ക്. അവരുടെ ആവശ്യങ്ങൾ കഴിയണമെങ്കിൽ കാണാനായിട്ട് അവർ ഓടി വരും. അല്ല ആപത്തോ അഴത്തമോ ദുഃഖമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർ ഓടി വരും ദൈവത്തോട്, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ വേണ്ട. അപ്പോൾ എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്? ആദ്യത്തെ പടി, നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. അകത്തെ മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും ഉണ്ട്. രണ്ട് മനുഷ്യനുണ്ട്. വീണ്ടും ജനിക്കുമ്പോഴായി അകത്തെ മനുഷ്യനുണ്ടായത്. അകത്തൊരു മനുഷ്യൻ രൂപപ്പെടുക. പുറമേയുള്ള മനുഷ്യനാ നമ്മൾ ആദാമിൽ ജനിച്ച മനുഷ്യനാ. അവനെ തകർക്കണം. അവനെ തകർത്തെങ്കിലേ പുറമേ ഉള്ളത് വെളിപ്പെട്ട് വരും. ഈ മുട്ടയുള്ള കുഞ്ഞുങ്ങൾ വെളിപ്പെട്ട് വരുന്നു. അതിന് പുറന്തോട് തകർക്കാതെ ശരീരം തകർക്കെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഫ്ലഷ്ലി നേച്ചർ തകരണം. പുറമേയുള്ളതായ ആ മനുഷ്യൻ ബലപ്പെട്ട് നിൽക്കും കാലത്തോളം അകമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ മരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ആദ്യം നിങ്ങളുടെ അകമയുള്ളവർ എന്ത് ചെയ്യണം? ബലപ്പെടണം. അതുകൊണ്ട് പൗലോസ് എപ്പോഴും കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പല ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ശീൽപ്രദാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവം തരുന്നതായ കഷ്ടങ്ങളിൽ കൂടെ അല്ലെങ്കിൽ കുരിശിന്റെ വഴികളിൽ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത്. 2 കൊരിന്ത്യർ 4:11 വായിച്ചു. 10:11. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടത് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടും. അതുകൊണ്ട് ഒരു മലയാള വാക്യത്തിൽ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ 5-ാം അധ്യായം റോമലേഖനം 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വായിക്കാമോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല കഷ്ടത നാം നിൽക്കുന്നത് കൃപയില. നീതീകരണം പ്രാപിച്ചതായ ഒരുവൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. ഈ കൃപയിൽ നിൽക്കുന്നവനാ എന്താ കഷ്ടത വരുന്നത്? എന്തുകൊണ്ടാ കഷ്ടത വരുന്നില്ലെങ്കിൽ വളർച്ചയില്ല. ഈ അകമ്പയുള്ളതായ മനുഷ്യൻ വളരണമെങ്കിൽ ഇത് പാമ്പാണോ ചേരയാണോ എന്ന് അറിയണം. അതേപോലെ കുറച്ച് മണ്ണ് വാരി ഇട്ടെങ്കിലേ കഷ്ടത വരുമ്പോഴേ അറിയത്തുള്ളൂ സാധനം ഏതാ, ആളേതാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മെ വളർത്തുന്നതും ദൈവകൃപ നിറയ്ക്കുന്നതും ദൈവസ്നേഹം നമ്മിൽ പകരുന്നതും ദൈവമായിട്ടുള്ള ബന്ധം കണക്ഷൻ ശരിയാക്കി നമ്മളെ തികവുള്ളവരാക്കുന്നത്. അപ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്ത കാര്യം നടക്കൂ. അടുത്ത എന്താണ്?
ക്രിസ്തു, 17ാമത്തെ വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ജീവിതത്തിൽ തികവുള്ളവരാകണമെങ്കിൽ ഒന്നാമതായിട്ട് അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ എനിക്ക് പറയാൻ സമയമില്ല. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി നേരെ നിൽക്കുമ്പോഴാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത്. രണ്ടാമത്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടണം. രക്ഷിക്കപ്പെട്ടപ്പോ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലയോ? വന്നില്ലെന്ന് പറയാനൊക്കെയാണ്. പക്ഷെ ആളവിടെ ഉണ്ടോ എന്ന് നോക്കണം. ആളവിടെ. കാരണം യേശു ക്രിസ്തുവിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനം ജീവിതത്തിൽ ഒഴുകി കൊടുക്കുന്നെങ്കിലേ യേശു ക്രിസ്തുവിന് അവിടെ ജീവിക്കാനോ. ഏതൊരു വാക്യമുണ്ട്, അതായത് പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു നിങ്ങളിൽ ഗുരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തു നമ്മിൽ രൂപപ്പെടണമെങ്കിൽ നമ്മുടെ ഈ അവസ്ഥകളൊക്കെ മാറണം. ആത്മീയ വിഷയങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കണ്ട, പൗലോസ് തൻ്റെ കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെയും എല്ലാം വെല്ലുവിളിക്കാതാണ്. വാടാന്നിങ്ങനെ വിളിക്കുന്നല്ലോ, താൻ വെല്ലുവിളിക്കുക. അറിയപ്പെടുന്ന സകല പ്രതികൂലങ്ങളെയും സകല കഷ്ടങ്ങളെയും നിനക്കെന്നെ തകർക്കാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ തന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ വാ നോക്ക്. അവിടെ ദൈവത്തിന് വേണ്ടി ഒരുവൻ നേരെ നീക്കുന്നത്. അവനാണ് ബലപ്പെട്ടവൻ, ആത്മാവിൽ ബലപ്പെട്ടവൻ, പുതിയ മനുഷ്യൻ ബലപ്പെട്ടവൻ, പഴയ മനുഷ്യനെ തകർത്തവൻ. സ്തോത്രം. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളിൽ വസിക്കേണ്ടതിനും അടുത്തത് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. സ്നേഹത്തിൽ വേരൂന്നണം. അടുത്തത് വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നുന്ന എങ്ങനെയാണ്? നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നണമെങ്കിൽ വചനത്തിൽ കൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ദൈവവചന അനുസരണത്തിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് എന്താ? ഹൂ ഈസ് എ ബ്ലെസ്സഡ് മാൻ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ. അടുത്തെന്തുവാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. അവിടെ അതിന്റെ വിഷയം കിടക്കുന്നത്. അവിടെ കിടക്കുന്നത് ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ദൈവവചനം എന്ന് പറയുമ്പോൾ ഈ പെട്ടെന്ന് ഉറക്കം വരുന്നത് എന്താണെന്നറിയാം? ദൈവനെ വായിക്കുമ്പോഴേ ഈ ഉറക്കവും തൂക്കവും മയക്കവും ക്ഷീണവും ഒക്കെ വരുന്നത് എന്താണെന്നറിയാമോ? സന്തോഷമില്ല. സന്തോഷം ഇല്ലാത്ത എന്താണെന്നറിയാമോ? അകത്ത് കുറെ വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് ഇതിനെയൊക്കെ ആദ്യം നീക്കാൻ. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും ഇതെല്ലാം നീക്കി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുകയും. നിങ്ങളുടെ ദൈവം ദയാലുവാകുന്ന ദൈവമാണ്. നിങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നിങ്ങളെ പക്വതയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹമുള്ളവനാണ്. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഒരുവനെ സന്തോഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, വളരെ സിൻസിയറായിട്ട് ഞാൻ പറയാ, നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ദൈവത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ ഒക്കുമോ എന്ന് വ്യാമോഹിച്ച് കൂടിയിരിക്കുന്നവരാ.
ദൈവത്തെ വേണ്ടേ? വേണമല്ലോ, ദൈവത്തിനെ വേണമല്ലോ. കാരണം നമുക്ക് പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലേ. അപ്പൊ ദൈവത്തെ വേണം എല്ലാവരും. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരാകണം ദൈവങ്ങൾ. അങ്ങനെയുള്ളവനാ ഫലം പുറപ്പെടുവിക്കുന്നതും അങ്ങനെയുള്ളവനാ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് അറിയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്ന് അറിയാതെ നമുക്ക് ദിക്കറിൽ വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ അറിയുകയും അതിൽ സന്തോഷിക്കുകയും അതനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ, അഥവാ യേശു ക്രിസ്തുവിൽ മറയുന്നവരായി തീരുന്നെങ്കിൽ മാത്രമേ നമുക്ക് തികവുള്ളവരായിരിക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്തത് അടിസ്ഥാന പ്രവണം എന്ന് പറഞ്ഞാലും അത് തന്നെ. നമുക്കറിയാം, രണ്ടുപേര് വീട് പണിയുന്ന കാര്യം നമുക്കറിയാം. അധ്യായം 7 ഒരുത്തൻ മണലിന് മേൽ പണിതും ഒരുത്തൻ ഉറപ്പുള്ള പാറമേൽ പണിതും. ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പണിയുന്നവരാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സ്ഥിരമായി നിൽക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം പണിയുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ തിരകളും ഓളങ്ങളും കാറ്റും പെരുങ്കാറ്റും എല്ലാം വരുമ്പോൾ അപ്പോഴാണ് സത്യത്തിൽ യേശു ആരാണ് എന്ന് നമ്മൾ അറിയുന്നത്. ദൈവത്തിന്റെ സ്നേഹം അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അടുത്തത്, ഈ ക്രിസ്തു വിശ്വാസത്തിലാണ് നിങ്ങളിൽ വസിക്കേണ്ടത്. വിശ്വാസത്താലാ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് ജീവനും തീഷ്ണതയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തു അടങ്ങും ഇരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ലിവിങ് ഫെയ്ത്ത്, ആക്റ്റീവായ ഫെയ്ത്ത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടതുപോലെ, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ, നമ്മുടെ വിശ്വാസം അനുസരണമായി പരിണമിക്കുന്നില്ലെങ്കിൽ, അത് ജീവനുള്ള വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് സാധ്യമല്ല. 17-ാമത്തെ വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത്, വീതി നീളവും ഉയരവും ആഴവും എന്ത് എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും അതായത് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയും അതിന്റെ വ്യാപ്തിയെയും നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അവനിൽ റൂട്ടഡ് ആയിരിക്കണം, അവനിൽ ഫൗണ്ടഡ് ആയിരിക്കണം. യേശു ക്രിസ്തുവിലും അവന്റെ വചനത്തിലും അടിസ്ഥാനപ്പെട്ടതായ ഒരു ജീവിതം നമ്മൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, നമുക്ക് വേണ്ടിയുള്ള കരുതൽ, യേശു ക്രിസ്തുവിന്റെ ആ സഫിഷ്യൻസി നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. താഴോട്ട് നമ്മൾ വരുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും. ഈ അറിവെന്ന് പറയുന്നത് സാധാരണ അറിവല്ല. ബൈബിളിലെ പ്രധാനമായ 2 അറിവുകൾ പറയുന്നുണ്ട്. ഒന്ന് ഹെഡ് നോളജ്. ഇവിടെ പറയുന്ന നോളജ് ഹെഡ് നോളജ് അല്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആഡം ന്യൂ ഈവ്. ആഡം ന്യൂ ഈവ് ഹിസ് വൈഫ് ആൻഡ് thus she got conceived. മനസ്സിലാണെന്ന് പറയുന്നത്, ആസ് എ റിസൾട്ട് ഓഫ് ദ നോയിങ് of Eve by Adam, she was conceived. എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതുമായ ബന്ധം എന്ന് പറയുന്നത്.
ഈസ് ദ മോസ്റ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞാൽ there is nothing disclosed for the partners in between. One partner is aware of whatever there is in the other partner. There is nothing disclosed. So intimate a relationship. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് അറിയാം? ആ വാക്കാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. അറിയുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് പഠിക്കുന്ന അറിവല്ല. ഇത് യേശു ക്രിസ്തുവുമായിട്ട്. അതാ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്. എൻ്റെ സമയം പോകുന്നു. ഫിലിപ്പിയ ലേഖനത്തിലൊരു വാക്യമുണ്ട്, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിൽ കൂടെ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയെ അനുഭവിച്ച് അറിയേണ്ടതിന്. അവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അപ്പോഴാണ് യേശു ക്രിസ്തുവിനെ ഇൻറ്റിമേറ്റായി നമ്മൾ അറിയുന്നത്. സ്തോത്രം. അത് എക്സ്പീരിയൻഷ്യൽ നോളജാണ്. യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ നോളജ്. ആ നോളജ് ഒരു വ്യക്തിയുമായി ഏറ്റവും അടുക്കുമ്പോഴേ അറിയത്തുള്ളൂ, അല്ലാതെ ഹെഡ് നോളജ് കൊണ്ട് അറിയത്തില്ല. ഇവിടെ പൗലോസ് പറയുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹം. അതായത് നമ്മുടെ മാനുഷികമാകുന്ന അറിവുകൊണ്ട് ദൈവസ്നേഹത്തെ അറിയാൻ കഴിയത്തില്ല. അത് അനുഭവിച്ചറിയുന്നത് യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഉറ്റ ബന്ധത്തിൽ നമ്മൾ വരുമ്പോഴാണ് സത്യത്തിൽ ദൈവത്തെയും ദൈവസ്നേഹത്തെയും നമ്മൾ അറിയുന്നത്. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരികയും ചെയ്യണം. താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മിലൊരു ശക്തിയുണ്ട്, ഉണ്ടായിരിക്കണം. അതവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പൗലോസ് പറയുന്നത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളിങ്ങനെ ഉറങ്ങിയും തൂങ്ങിയും ജീവിക്കാനുള്ളവരല്ല. നിങ്ങൾ ആദാമിന്റെ ആ പഴയ യുഗത്തിൽ ജീവിക്കാനുള്ളവരല്ല. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു ആത്മ മനുഷ്യനുണ്ട്, ഒരു പുതിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്തണം. ആ മനുഷ്യനെ ബലപ്പെടുത്തിയിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ രൂഢമൂലമാകണം. യേശു ക്രിസ്തുവിൽ പണിയപ്പെടണം. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വളരണം. അങ്ങനെ വളരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളവരായിരിക്കും. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളവരായിരിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളവരായിരിക്കും. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായി. ഞാൻ പറഞ്ഞേക്കാൾ മനസ്സിലാക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ഭാഗത്ത് സകലവുമുണ്ട്, സകല ധനവുമുണ്ട്, സകല അറിവും ജ്ഞാനവും ദൈവത്തിന്റെ കയ്യിലുണ്ട്. ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായി സാധ്യമല്ല. സകലത്തെയും കീഴടക്കിയാണ് അവന് ഉയരത്തിൽ വാഴുന്നത്. അവന്റെ മക്കളാണ് നമ്മൾ, അവന്റെ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ. സ്തോത്രം. ആയതുകൊണ്ട് ഈ ഒരു പ്രാപ്തിയിലേക്ക്, അവന്റെ നിറവിനോളം നിറഞ്ഞു വരുന്ന പ്രാപ്തിയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ അതെങ്ങനെയാ സാധിക്കുന്നേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. ദൈവം നമ്മിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ അമാനുഷികമാകുന്ന കാര്യങ്ങളെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും തരുമെന്ന് പറഞ്ഞ അതേ ദൈവശക്തിയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഭൗമിക കാര്യങ്ങളെ മാത്രമല്ല ദൈവം ടേക്ക് കെയർ ചെയ്യുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏതൊരു ആവശ്യവുമായിട്ടും ഏതൊരു വിഷയമായിട്ടും ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമ്മൾ യഥാർത്ഥമായി ആത്മാർത്ഥമായി സിൻസിയറായി കടന്നു ചെന്നാൽ ദൈവം
അസാധിക്കുന്നതായ ദൈവശക്തിയാൽ എന്ത് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. കാരണം അവൻ സകലത്തെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, അവൻ സകലത്തെയും റീക്രിയേറ്റ് ചെയ്തവൻ. അതുകൊണ്ടാ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും അവന്റെ വാക്കിനാൽ വിളിച്ചു വരുത്തിയവൻ മാത്രമല്ല, അതിനെല്ലാം അട്ടിമറിച്ച ഒരു പുതിയ വ്യവസ്ഥിതി, ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ദൈവരാജ്യം, ഒരു പുതിയ വ്യവസ്ഥ, ഇതൊക്കെ നടപ്പാക്കുവാൻ ശക്തിയും കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. നാം ദൈവസന്നിധിയിൽ യഥാർത്ഥമായി സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യാൻ കഴിയും. ഫിലിപ്പിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ തേജസ്സിനാൽ അവന്റെ മഹത്വത്താൽ അവൻ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തീർത്തിരുന്ന. അത് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പ്രോസ്പെക്ട് തിയോളജിയുടെ കൂടെ പോകണ്ട. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിലുണ്ട്. പക്ഷെ അതിന്റെ പ്രയോറിറ്റിയിൽ വരണം. നമ്മൾ ആത്മീയ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ ഭൗതികത്തിന്റെ പുറകെ പോകാനായി പാടില്ല. ആത്മീയ ജീവിതത്തിന് മനുഷ്യൻ, അകത്തെ മനുഷ്യന് അവന് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്കായിട്ട് പോകാനായിട്ട്. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയൊക്കെ പുറകെ വരുമെന്നാണ് ദൈവം എഴുതിയിരിക്കുന്നത്. അല്ലാതെ അതിന്റെ പുറകെ ഓടാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് അല്ലേ, പണ്ടൊരു സമയം പോയി, പയ്യനൊരു കിളിയെ കിട്ടിയിട്ട് അയാളൊരു പാത്രത്തിൻ്റെ മുകളിൽ അടച്ചിട്ടിട്ട് അതിൻ്റെ കൂട്, മനോഹരമായ കൂട് പണിഞ്ഞു. കൂടെല്ലാം പണിഞ്ഞു വന്ന് കിളിയെ അതിനകത്ത് കയറ്റാനായിട്ട് നോക്കിയപ്പോൾ കിളി ചത്തുപോയി. ഈ കൂട് പണിയുന്ന ബന്ധപ്പാടിൽ കിളിയുടെ കാര്യം മറന്നുപോയി. അതിന് ആഹാരം കൊടുക്കാനോ അതിന് വായു കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനോ അതിനപ്പം വെള്ളം വെച്ച് കൊടുക്കാൻ അദ്ദേഹം മറന്നുപോയി. പലരുടെയും ക്രിസ്തീയ ജീവിതം ഇങ്ങനെ മനുഷ്യൻ ചത്ത് കിടക്കുക. മനുഷ്യൻ അങ്ങനെയുള്ളവർക്ക് തികവ് പ്രാപിക്കാനൊക്കെയാണ്. അങ്ങനെയുള്ളവർ ബേസിക്കായിട്ട് വരണം. ആദ്യം ഒരു എൻലൈറ്റൻമെന്റ് ഉണ്ടാകണം. ദൈവിക ജ്ഞാനം, സത്യങ്ങളെ ഉള്ളതുപോലെ കാണാനുള്ള ജ്ഞാനം. അകത്തെയുള്ള മനുഷ്യൻ ബലപ്പെടണം. യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം. അവനിൽ വേരൂന്നണം. അവനിൽ അടിസ്ഥാനപ്പെട്ടതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണം. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവനിൽ ഉറയ്ക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ, അവനോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ കൂടെ എന്റെയും നിങ്ങളുടെയും ഏത് ആവശ്യങ്ങളും സാധിച്ചെടുക്കുവാനുള്ള പ്രാഗൽഭ്യം. അപ്പോൾ അത് നമ്മൾ ദൈവസ്നേഹത്തെ വസിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു, അതായത് എൻലൈറ്റൻഡായി മനുഷ്യൻ ബലപ്പെട്ടവനായി, യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവനായി, ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഉള്ളവനായി, ദൈവവചന പ്രകാരം നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ തികവ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്തോത്രം. അത് സ്നേഹത്തിൽ, അഗാപ്പെ ലവിൽ അടിസ്ഥാനപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേപോലെ ഞാൻ ഇന്നും പറയുന്നത്. മറ്റേ പത്രോസിന്റെ ഭാഷ്യമാണെങ്കിൽ ഇത് പൗലോസിന്റെ ഭാഷ്യം എന്നുള്ളതേ ഉള്ളൂ. ഞാനും നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. ഞാനിങ്ങനെ അധികം ആളുകളൊന്നും കൂടി ഇല്ല, നിങ്ങൾക്കറിയാം. നമ്മളാരും വഞ്ചിക്കപ്പെടരുത്. വഞ്ചിക്കപ്പെടുന്ന പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റി ഒരു ലേവലായിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് അടയ്ക്കരുത്. ദൈവത്തിന് വലിയ പ്ലാനുകളും പദ്ധതികളും നമ്മളെ കുറിച്ചുണ്ട്. സ്തോത്രം. അതെന്താണ് എന്ന് നമ്മൾ അറിയണം. അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റികളെ നമ്മൾ ക്രമീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവനൊരു വലിയ പ്ലാൻ ഉണ്ടെന്നാ പറഞ്ഞ പൗലോസ് തുടങ്ങുന്ന ഇവിടെ നമ്മളെ കുറിച്ച്. അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുക്കപ്പെടുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവൻ തികവുള്ളവനാണ് എന്ന്. എത്തിക്കൽ പ്യൂരിറ്റി അല്ല ഞാൻ പറയുന്നത്. അത് 100% ഈ ലോകത്ത് വെച്ച് ആർക്കും പ്രാപിക്കാനായിട്ട് സാധ്യമല്ല. ബൈബിൾ അത് പഠിപ്പിക്കുന്നേ ഇല്ല. അങ്ങനെ പ്രൊഫഷണലിസം പഠിപ്പിക്കുന്നവരുണ്ട്, പക്ഷെ അത് ബിബ്ലിക്കലല്ല. പക്ഷേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ എഴുതുമ്പോൾ പറയുന്നത്, ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങളെ ഫലമേൽപ്പിക്കുവാൻ
ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. അപ്പോൾ ഒരു തെളിവിന്റെ ആവശ്യമുണ്ട്, ഒരു വളർച്ചയുടെ ആവശ്യമുണ്ട്, ഒരു ഉറപ്പിന്റെ ആവശ്യമുണ്ട്, ഒരു ബലപ്പെടലിന്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദിവസം എഴുതാം.